മത്സരത്തിന്റെ മാത്രമായിരുന്നില്ല. റൊസാരിയോയിൽ നിന്ന് ലോകം കീഴടക്കാൻ തുനിഞ്ഞിറങ്ങിയവന്റെ ഇതിഹാസ പൂർത്തീകരണത്തിന്റെ പ്രഖ്യാപനം കൂടിയായിരുന്നു അത്. എനിക്കിന്നും ഓർമ്മയുണ്ട് ആ രാവ്. രാത്രിയുടെ രണ്ടാം യാമത്തിലും കൊതിയോടെ, ആകാംക്ഷയോടെ, അതിലുപരി അനേകം വർഷങ്ങളുടെ നിരാശ തന്ന കഠിനമേറും ഓർമ്മകളുടെ കൂട്ടിൽ ഞാൻ ആ TV സ്ക്രീനിലേക്ക് നോക്കി നിന്നു. വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാന അധ്യായങ്ങളായിരുന്നു അത്. അടുത്തടുത്തായി വന്ന 3 ഫൈനലുകൾ. തനിക്കാവുന്നതിന്റെ പരമാവധി നൽകിയിട്ടും ആ പരാജയത്തിന്റെ കുറ്റം മുഴുവൻ ഒറ്റക്ക് തോളിലേറ്റാൻ വിധിക്കപ്പെട്ടവൻ. 2021 കോപ്പ അമേരിക്ക മത്സരം നടക്കുന്നത് ബ്രസീലിലാണ്. ഈ വരവിൽ ലയണൽ മെസ്സിക്കും സംഘത്തിനും ലക്ഷ്യബോധങ്ങൾ ഒരുപാടുണ്ട്. ഇനിയും ഒരു കണ്ണീർ മടക്കം അവരുടെ സ്വപ്നങ്ങളിലേയില്ല. ഇനിയും അയാളെ പരീക്ഷിക്കാൻ ഭാഗ്യത്തിന് പോലും സാധിക്കില്ലായിരുന്നു. 28 വർഷ കാത്തിരിപ്പിന് അന്ത്യം കുറിച്ച് ആ തീരാ നോവിനവിടെ തീർപ്പ് കൽപ്പിച്ചു. അന്നവിടെ അയാൾ മതിയാവോളം ആഘോഷിച്ചു. തെല്ലും കളങ്കമില്ലാത്ത ആഘോഷരാവ്, എന്ന വിശ്വകിരീടം. അവിടെയും ആ ജൈത്രയാത്ര അവസാനിക്കുന്നില്ല. പക്ഷേ ഒരു വർഷത്തിനപ്പുറം വിമർശകരുടെ എല്ലാം വായടിപ്പിച്ചുകൊണ്ട് കാൽപന്തിലെ ഏറ്റവും വലിയ വശ്യമനോഹാരിത നിറഞ്ഞ കിരീടമായ ലോകകപ്പ് കിരീടം ചൂടിക്കൊണ്ട് അയാൾ വീണ്ടും സിംഹാരൂഢനായി. 4 കോപ്പ കിരീടവും ചൂടിക്കൊണ്ട് തുടർച്ചയായ 2ാം കോപ്പ കിരീടം. 3 വർഷങ്ങൾ കൊണ്ട് 4 കിരീടം. എന്ത് മനോഹരമായ കാവ്യനീതിയാണല്ലേ! ദൈവവും കാലവും അയാൾ എത്ര കണ്ട് വേദനിപ്പിച്ചു, അതിനെല്ലാം തക്കതായ സന്തോഷങ്ങൾ കൊണ്ട് അയാളെ ആനന്ദിപ്പിച്ചതല്ലേ! ഇതിനേക്കാൾ സമൂഹമായൊരു തിരിച്ചുവരവ് ഒരാൾക്കും ലഭിക്കാനില്ല. ഇനിയും അയാളെ എന്തളവുകോൽ വെച്ചാണ് നിങ്ങൾ അളക്കാൻ പോകുന്നത്? ഓർമ്മകളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ 7 ചിത്രങ്ങളുണ്ടാവും. തുടർച്ചയായി 3 തവണ ഫൈനലിൽ വീണുപോയ ഒരു നായകന്റെ നിരാശ നിറഞ്ഞ മുഖത്തോടെയുള്ള തലകുനിച്ചുള്ള ഇരിപ്പ്. ഒരാൾ അനുഭവിക്കാവുന്ന ഏറ്റവും വലിയ നിരാശകളിലൂടെ കടന്ന് തുടർച്ചയായ 4 ഫൈനലുകൾ. 4ലും കിരീടം ചൂടി. 2014 പടിയിറക്കത്തിലും 2015 16 കണ്ണീർ മടക്കത്തിലും നിങ്ങൾ പേരെടുത്ത് പരാമർശിച്ച് വിമർശിച്ചത് ആ 10ാം നമ്പറുകാരനെ തന്നെ. തോൽവികളിലെല്ലാം തോൽവിയുടെ അമിതഭാരങ്ങൾ നിങ്ങൾ അയാളിൽ മാത്രം അടിച്ചേൽപ്പിച്ചതല്ലേ? പക്ഷെ കാലം തന്നതായ മറുപടി നൽകിയപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ അത് അംഗീകരിക്കുന്നില്ല? പക്ഷെ ഞങ്ങൾ ഇന്നും അന്നും ഉറപ്പിച്ചു പറയുന്നുണ്ട്, അയാൾ തന്നെയായിരുന്നു ഞങ്ങളുടെ ഹീറോ.